controlling the traffic to giving food to the rescue workers and actively participating in the rescue mission along with the government machinery, locals here in Wayanad are leading the rescue mission in a way. Many of them have lost their loved ones but are hoping to rebuild a place that has been completely buried in a deadly landslide. Actually, we youth Congress, youth care volunteers, we are providing assistance to rescue operations, and same time we are providing food materials, cleaning materials, and all items which required in this area, disaster affected area. This disaster is what we can say. This is extreme level. We can't explain in words. This is that much big, and entire area, entire village is devastated. And at the same time, we are providing assistance in hospitals, and same time in schools and camps. Wherever the people are placed now, we are providing assistance from our youth care side. ഇത് പിന്നെ ഞങ്ങളുടെ നാടിന് സംഭവിച്ച ഏറ്റവും വലിയൊരു ദുരന്തമാണ്. അപ്പോൾ ഇതിൽ മാക്സിമം ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് എന്തൊക്കെയാണെന്ന് കരുതിയാൽ അത് ഞങ്ങൾ മാക്സിമം ഞങ്ങളെ ജോലിയോ കാര്യങ്ങളെല്ലാം ഒന്നും നോക്കുന്നില്ല. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങളെ കൂടപ്പിറപ്പുകളുടെ ജീവന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൊട്ടിയ ഫസ്റ്റ് ദിവസം ഒരു ഏകദേശം ഒരു 1:45 ആ ഒരു സമയത്താണ് സംഭവിച്ചത്. ആ ഒരു സമയം അറിഞ്ഞത് മൂലം ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി. അന്നൊരു വൈകുന്നേരം വരെ മാക്സിമം നിന്ന്. പിന്നെ കുറച്ച് ആളുകൾ രണ്ടാമത്തെ ദിവസം പോയി മാക്സിമം അവരെ കൊണ്ട് പരമാവധി ചെയ്ത്. പിന്നെ ഞങ്ങളുടെ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ ട്രാഫിക്ക് അത് നിയന്ത്രിക്കലാണ്. വെച്ചാൽ ചെറിയൊരു ജീവൻ്റെ തുടിപ്പ് കൊണ്ടിരുന്ന ആംബുലൻസ് പോലും ബ്ലോക്ക് ആകാൻ പാടില്ല. മാക്സിമം നമ്മളവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്ന കാര്യങ്ങളാണ് മെയിനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു 4ാമത്തെ ദിവസം ഈ സമയം വരെ ഞങ്ങൾ ചെയ്യുന്നത് അതാണ്.